ഹലോ, ഇത് ഫെലനോപ്സിസ് ഓർക്കിഡ് ആണ്. ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് എടുത്തിട്ട് ഇപ്പൊ ഏകദേശം 2 മാസമായേ. കൊണ്ടുവരുമ്പോ ആകെ 2 ലീഫ് ഉണ്ടായ പ്ലാന്റ് ആണ്. ഇപ്പൊ വളർന്ന് നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഇതിപ്പോ റീപോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. അതിന്റെ റൂട്ട് ഒന്ന് നോക്കിയേ, എത്രയാ റൂട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് ആണ്. എല്ലാം തന്നെ നല്ല ബൗണ്ട് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ഞാൻ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് സ്പാഗ്നം മോസ് ആണ്. ഈ മീഡിയം ഉപയോഗിക്കുമ്പോണ്ടല്ലോ നല്ലോണം ഇതേപോലെ റൂട്ടെല്ലാം ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 1-2 തവണ മാത്രം ഒഴിച്ചു കൊടുക്കണ്ടേ. ഞാൻ ഇപ്പൊ കുറെ കാലമായിട്ട് ഫെലനോപ്സിസിന് സ്പാഗ്നം മോസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ കസ്റ്റമേഴ്സിനെല്ലാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ മോസ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്പാഗ്നം മോസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ. അപ്പൊ അത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് വരുമ്പോൾ ഈ ഒരു കുഞ്ഞു പോട്ടിലാണ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഈ ഒരു 4-5 ലീഫ് വരുമ്പോൾ പിന്നെ അതിനെ മാറ്റിയിട്ട് 3 ഇഞ്ച് പോട്ടിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ പോട്ട് ഞങ്ങളെ കയ്യിൽ അവൈലബിൾ ആണ്. പൊതുവെ ഫെലനോപ്സിസ് പ്ലാന്റ് വളർത്താൻ വേണ്ടി ഭയങ്കര വിഷമാന്നാണ് എല്ലാവരും പറയല്. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്താൻ പറ്റും. ഇതേപോലെ നല്ല മീഡിയം ഒക്കെ കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യ അളവിലുള്ള വളങ്ങളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫെലനോപ്സിസ് വളർത്തിയെടുക്കാൻ പറ്റുമേ.